ഹായ് കൂട്ടുകാരെ, കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കരാട്ടയുടെ ടെസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആവാം. രാവിലെ 6:45 കലാരംഗം തുറവൂർ കലാരംഗയിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം റെഡിയാകുകയാണ്. 2 ദോശയൊക്കെ കഴിച്ച് അവർ ഡ്രസ്സൊക്കെ മാറി യൂണിഫോമൊക്കെ ഇട്ട് പോയി. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഇത്തിരി താമസിച്ച്, എന്നാലും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടേ വരാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ പോകുമ്പോൾ ആദ്യക്കുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മച്ചമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ടാറ്റ പറഞ്ഞ് ഡീലൊക്കെ പറഞ്ഞ് 2 പേരും ഇറങ്ങിയാണ്. മഴ കാരണം മൊത്തം വെള്ളമായിരുന്നു, എല്ലായിടവും വഴിയും ഒക്കെ വെള്ളമായിരുന്നു. 2 പേരും ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് ഓടിപ്പോവുകയാണ്. അപ്പുറത്തെ വീട്ടിലെ ഓട്ടോയാണ്. സുബിച്ചേട്ടനെ ചെന്ന് വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവുകയാണ്. ആമിയുടെയും പൊന്നുൻ്റെയും 2 ഫ്രണ്ട്സ് അവിടെ റോട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞ്. ഇത് PRC ഗ്രൗണ്ടാണ്, വയലാർ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവർ റോട്ടിലുണ്ടായിരുന്നു. പിന്നെ അവരെ കയറ്റി അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങി. അപ്പോഴേക്കും കുട്ടികളൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ അവിടത്തെ ചെന്നപ്പോഴേക്കും എല്ലാവരും ലൈനപ്പ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ വേഗം ഇവർ ഓടി അകത്ത് കയറി നിന്ന്. സാറിന് താമസിച്ച് ചെല്ലണമെന്നും ഇഷ്ടമല്ല, താമസിച്ച് പോയി. രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഭയങ്കര പാടാണ്. ഒന്നും കൂടി മഴയും കൂടി ആയതുകൊണ്ട് തീർന്നു. അവർ ലൈനപ്പ് ചെയ്ത് നിന്ന്. അവിടെ താഴെ നിൽക്കാനായിട്ട് സൗകര്യമില്ലായിരുന്നു, മഴ പെയ്യും. മഴ കൊള്ളണതുകൊണ്ട് ഞങ്ങൾ മേളിൽ കയറി നിന്ന്. ക്രിക്കറ്റിൻ്റെ കോച്ചിങ് നടക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലായിടവും നെറ്റ് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. മേളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയാണ്, ഇച്ചിരി ലോങ് ആയിട്ടാണ് കിട്ടിയത്. പിന്നെ എക്സർസൈസ് തുടങ്ങി. കുറച്ച് നേരം, കൂടുതൽ നേരം ഉണ്ടായിരുന്നു എക്സർസൈസ് എല്ലാവരെയും കൂടി നിർത്തിയാണ് ചെയ്യിപ്പിച്ചത്. അത് കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ മേളിൽ നിന്നുകൊണ്ട് ഇത് കാണാൻ. പച്ച പുൽത്തകിടിയിൽ വെള്ള ഉടുപ്പിട്ട് പിള്ളേരെല്ലാവരും കൂടി നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. യെല്ലോ ബെൽറ്റുകാരെ വൈറ്റ് ബെൽറ്റുകാരെ മാറ്റിയിട്ട് ബാക്കി ഓറഞ്ച് ബെൽറ്റ് തുടങ്ങിയുള്ളവരെയാണ് പിന്നെ നിർത്തിയത്. അവർക്കുള്ള പിന്നെ എല്ലാവരെയും മാറ്റി വൈറ്റ് ബെൽറ്റുകാരെ മാത്രം നിർത്തി. അവർക്കുള്ള അവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്യിപ്പിച്ച്. അവർക്ക് പിന്നെ യെല്ലോ ബെൽറ്റ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഓറഞ്ചും യെല്ലോക്കാരെയും കൂടി നിർത്തി. അവർ വന്ന് നിന്ന് അവരും ചെയ്യാനുള്ളതൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് അവരെ മാറ്റിയിരുത്തി. മുമ്പിലേക്ക് കയറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഇവർ ടെൻഷൻ കൊണ്ടാണ് എന്താണോ അവർ കേൾക്കാണ്ട് നിന്ന്. അവസാനം സെൻസായി വന്ന് എടുത്താണ് അവർ അങ്ങോട്ട് മാറ്റി നിർത്തിയത്.
ടെസ്റ്റ് കഴിഞ്ഞ് ഇനി ബെൽറ്റ് കിട്ടാനുള്ള ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഓരോ ബെൽറ്റുകാരെയും അതാത് ലൈനിൽ നിർത്തി വൈറ്റ് ബെൽറ്റ്, യെല്ലോ ബെൽറ്റ്, ഓറഞ്ച് ബെൽറ്റ് അവരങ്ങനെ നിൽക്കുകയാണ്. വൈറ്റ് ബെൽറ്റുകാർക്ക് യെല്ലോ ബെൽറ്റ് കൊടുത്ത്, യെല്ലോ ബെൽറ്റുകാർക്ക് ഓറഞ്ച് ബെൽറ്റ് കൊടുത്ത്, ഓറഞ്ച് ബെൽറ്റുകാർക്ക് ഗ്രീൻ ബെൽറ്റ്, ഗ്രീൻകാർക്ക് ബ്ലൂക്കാർക്ക് പർപ്പിൾ അങ്ങനെ കൊടുത്ത് അപ്പോൾ ആമിക്കും പൊന്നൂനും ഒക്കെ കൊടുക്കുകയാണ്. ആമിയുടെയും പൊന്നൂൻ്റെയും ഫ്രണ്ട്സാണ് നക്ഷത്രയും നിളയും. അവരും ഉണ്ട് അടുത്ത് തന്നെ. അങ്ങനെ അവർക്ക് ബെൽറ്റ് കൊടുക്കുകയാണ്. അതിങ്ങനെ കയ്യിൽ മേടിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കത് സന്തോഷമല്ലേ. അത് ചെന്ന് നേരിട്ട് ചെന്ന് കാണുമ്പം, നേരിട്ട് വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പി ആവില്ലേ. അപ്പോൾ ഓറഞ്ച് ബെൽറ്റുകാർക്ക് അവർക്കിനി പച്ച ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നുക്കുട്ടന് ഗ്രീൻ ബെൽറ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് പൊന്നുക്കുട്ടനായിരുന്നു. അപ്പോൾ അവന് കൊടുത്ത്. സാറ് ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് കൂടുതലെന്ന് പഠിക്കാനായിട്ട്. ഇത് അവർ പഠിക്കുന്നത് വയലാർ കരാട്ടെ ടീം. അവരുടെ അധ്യാപകൻ സാംസൺ സാറാണ്. ടൈം ശനി ഞായറുമാണുള്ളത്. ശനി ഞായറും 4 മണി മുതൽ 5:30 വരെ വയലാർ SNDP ഹാളിലും, 5:30 മുതൽ 8 മണി വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ കിഴക്ക് വശത്ത് ആണ് വീട്. അവിടെയാണ്. നന്നായിട്ട് പഠിപ്പിക്കും, നല്ല സ്നേഹമാണ്. ഓറഞ്ച് ബെൽറ്റ് ആയെങ്കിലും ആമിക്കും പൊന്നൂനും ബെൽറ്റ് കെട്ടാൻ അറിയില്ല. അവിടെ ഒരു സീനിയറായിട്ടുള്ളൊരു പയ്യൻ വന്ന് കെട്ടിക്കൊടുത്ത് പൊന്നൂന്. സാറാണ് ആമിച്ചന് കെട്ടിക്കൊടുത്തത്. സാറ് പറയുന്നുണ്ട് ഓറഞ്ച് ബെൽറ്റായി എല്ലാവരും ബെൽറ്റ് കെട്ടി പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രീൻ ബെൽറ്റ് കിട്ടിക്കഴിഞ്ഞ് ഓറഞ്ച് ബെൽറ്റ് മടക്കി സാറിന് തിരിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആമി ഒന്ന് കിടന്ന് പരിശ്രമിക്കുമായിരുന്നു അത് മടക്കി വെക്കാൻ. അത് കഴിഞ്ഞ് എല്ലാവരും സെൻസായിന്ന് വിഷ് ചെയ്ത് അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ?